അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു പാന് ചൂടാക്കുക, എന്നിട്ട് ബട്ടർ ചേർക്കുക. നമ്മൾ അതിന് ശേഷം സവാള ഇടുക, എന്നിട്ട് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റുക. അതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ടൊന്ന് വഴറ്റുക. തക്കാളി നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്, അത് സ്കിപ്പായിപ്പോയി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, വറ്റൽമുളക്, കുറച്ച് നമ്മൾ ഗരം മസാല കുറച്ച്, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി വഴറ്റുക നല്ലതുപോലെ. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കുന്നതാണ്. ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ചെറിയ ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് തൈരും കൂടി, നല്ലോണം കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം മിക്സാക്കി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പത്തിലും കൂടി റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണ്. നമ്മൾ ചിക്കൻ പൊരിക്കാൻ തുടങ്ങി. പകുതിയായിട്ട് ഫസ്റ്റ് പൊരിക്കുന്നതാണ് ഫസ്റ്റ് ചിക്കന്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മസാല അങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് മസാല ഒന്ന് ചെറിയ തിള വരുന്നവരെ ഒന്ന് ഇളക്കുക. അതിൽ സോയാ സോസും ടൊമാറ്റോ സോസും ഇടുക. പിന്നെ ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ഒരു ചെറിയ തിള വരുമ്പോൾ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മസ്റ്റാണ് ഫ്രഷ് ക്രീം ബട്ടർ ചിക്കന്. പിന്നെ കസ്തൂരി മേത്തി കുറച്ച് അതിൻ്റെ മേലെ വെതറി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി കൊടുക്കുക. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുക. നമ്മൾ പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. പൊറോട്ടയും വാങ്ങിയതുണ്ടായിനി. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്.